അപ്പോൾ ഉപ്പാപ്പയും ഉമ്മാമേനെയും കൂട്ടിയിട്ട് പുറത്ത് പോകുന്ന ലാസ്റ്റ് ദിവസമാണ് ഇന്ന്. മറ്റന്നാൾ അവർ നാട്ടിലേക്ക് പോവാണ്. ഉപ്പാപ്പാക്ക് സൂപ്പ് കുടിക്കണം, അതേപോലെ തന്നെ ബീഫ് കഴിക്കണം. ഇന്ന് 2 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ശനിയാഴ്ച നാട്ടിലേക്ക് പോയത്. അപ്പം ഇന്ന് രാത്രി ആരിഫിൻ്റെ റഫീനാൻ്റെ ഭഗീര സൽക്കാരം, ഇതിൻ്റെ കൂട്ടിക്കലാശം. നല്ല മഴ, തണുപ്പ്. പാപ്പ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. നമ്മളിവിടെ സ്പോർട്സിലെത്തി. തണുത്ത് വറക്കുന്നുണ്ട് കേട്ടോ, നല്ല തണുപ്പ്, ഭയങ്കര തണുപ്പ്. നമ്മളെപ്പോൾ ഇരിക്കുന്ന ടേബിൾ അതായിരുന്നു, പക്ഷെ ഇപ്പം അവിടെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്പം ഇപ്രാവശ്യം ഈ മൂലക്ക് ഇവിടെ ഇരിക്കും. അങ്ങനെ സൂപ്പ് വന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും സൂപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സൂപ്പ് കുടിക്കാറില്ല കേട്ടോ. ഞാൻ സൂപ്പ് കുടിക്കാത്തതിൻ്റെ പിന്നീടൊരു കഥയായിട്ട്, ഒരു ചതിയുടെ കഥ. അത് മുതൽ ഞാൻ സൂപ്പ് കുടിക്കാറില്ല. അത് മുതൽ ഇതല്ല, എൻ്റെ ലാസ്റ്റ് സൂപ്പും ഫസ്റ്റ് സൂപ്പും ഒരേ ഒരു സൂപ്പായിരുന്നു, ആദ്യം കുടിച്ച സൂപ്പ്. സൂപ്പ് 2 എണ്ണം കുടിച്ച് രണ്ടാമത്തെ 2 സൂപ്പ് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഉപ്പാപ്പ പറഞ്ഞ പൊറോട്ടയും ബീഫും വന്ന് പിന്നെ അത് കഴിക്കുകയാണ്. സന്തോഷം കണ്ടോ ഉപ്പാപ്പൻ്റെ സന്തോഷം? ഇത് പെപ്പർ ചിക്കൻ, ഇത് ഗ്രീൻ ചില്ലി ചിക്കൻ. എനിക്ക് ഗ്രീൻ ചില്ലിയാണ് ഭയങ്കര ഇഷ്ടം. ഇവിടുത്തെ ഗ്രീൻ ചില്ലി ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഇവിടത്തേക്ക് ഓടി വരുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. കുറച്ച് സാലഡും അതേപോലെ തന്നെ ഹമൂസും മാത്രം ബാക്കിയായി. അങ്ങനെ അല്ലു അവൻ്റെ സ്ഥിരം പരിപാടി തുടങ്ങി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവന് എപ്പോഴും ഇതേപോലെ ഉള്ള ഭരണികളിൽ കയറ്റിട്ട് എന്തെങ്കിലും വാങ്ങണം. ഇവിടെ നല്ല ഏത് ഹോട്ടലിൽ പോയാലും ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ അവനക്ക് എന്തെങ്കിലും സാധനം വാങ്ങാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. പാപ്പ സൂപ്പും കുടിച്ച് ബീഫും തിന്ന് അല്ലേ? ഹാപ്പി ഹാപ്പി ഹാപ്പി, വെരി വെരി ഹാപ്പി, വെരി വെരി ഹാപ്പി. സൂപ്പ് കുടിക്കാനായിട്ട് നമ്മൾ ഇവിടേക്ക് വന്നത് സ്പോർട്സിലേക്ക്. എന്താ പറഞ്ഞമ്മ? നല്ല തണുപ്പാണ്. തണുപ്പിതാ ചമക്കുന്നുണ്ട് ഒരാളിടുന്ന് ഇറക്കുന്നത്. അത് അടുത്ത ആള് കൊറോണ പോയി. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 26 മിനിറ്റ് പിന്നിടുമ്പോൾ നമ്മൾ ഇപ്പോഴും ദുബായിലാണ് ഉള്ളത്. പിന്നെ ഇവിടെ നട്ടപ്പാതിരായാലും ആരും ചോദിക്കും പറയും ചെയ്യില്ല, നിങ്ങൾ നട്ടപ്പാതിരാക്ക് എവിടെയാണ് പോകുന്നതെന്നുള്ളത്. അതിൻ്റെ ഒരു മനസ്സമാധാനം ഇവിടെ തന്നെ വരണം കേട്ടോ.